വെൽക്കം ടു സയൻസ് ടോക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന ടേം ആണ് ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാൻ പോകുന്നത്. അപ്പം എന്താണ് ഒരു വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ അതിന് സിംപ്ലി ഒരു ഡെഫിനേഷൻ അത്രയേ ഉള്ളൂ. ഒരു വാട്ടർ മോളിക്യൂൾസിന് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അല്ലെങ്കിൽ അവയുടെ ഒരു പൊട്ടൻഷ്യൽ എബിലിറ്റിനെയാണ് ടെൻഡൻസി ഓഫ് എ വാട്ടർ ടു മൂവ് ഫ്രം വൺ ഏരിയ ടു അനദർ. അതിന് കുറേ ഫാക്ടേഴ്സ് സഹായിക്കുന്നുണ്ട്. ഓസ്മോസിസ്, ഗ്രാവിറ്റി, ട്രാൻസ്പിറേഷൻ, പുള്ള്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു വാട്ടറിനെ മൂവ് ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വാട്ടർ പൊട്ടൻഷ്യൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഗ്രീക്ക് ലെറ്റർ ആയിട്ടുള്ള സൈ എന്നാണ്. സൈ എന്നുള്ള ലെറ്റർ ഉണ്ടാകും. അപ്പം നമ്മൾ വരക്കുമ്പം അത് ഡബ്ല്യു പോലെ ഈ ഒരു ഇതാണ് സൈയുടെ സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഗ്രീക്ക് ലെറ്റർ ഇങ്ങനെയാണ്. സൈ ഡബ്ല്യു എന്ന് വേണമെങ്കിൽ നമുക്ക് വാട്ടർ പൊട്ടൻഷ്യൽ ആയിട്ട് കൺസിഡർ ചെയ്യാം. പിന്നുള്ളത് ഇതിൻ്റെ യൂണിറ്റ് പാസ്കൽ അല്ലെങ്കിൽ PA എന്ന് പറയും. ഓക്കെ, അതൊരിക്കലും മാറിപ്പോകരുത്. റെപ്രസെന്റ് ചെയ്യുന്നത് സൈ എന്ന് പറയുന്ന ലെറ്ററും ഇതിൻ്റെ യൂണിറ്റ് പാസ്കൽ ആയിരിക്കും. ഇനി നമുക്ക് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബോക്സിൽ ഒരു വാട്ടർ എടുത്തു. വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ. ആ വാട്ടർ മോളിക്യൂൾസ് ഒരു പൊസിഷനിൽ നിന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും റാൻഡമായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ബോക്സ് എടുത്തു. ഓക്കെ, അപ്പോൾ ഒരു ബോക്സ് എടുത്തിട്ട് ഇതൊരു വാട്ടർ മോളിക്യൂൾ ആണെങ്കിൽ അത് ഇവിടെ നിന്നേക്ക് റാൻഡമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ചില മോളിക്യൂൾസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ റാൻഡമായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ അതിന് ഒരു എനർജി വേണം, കൈനറ്റിക് എനർജി വേണം. ഓക്കെ, കൈനറ്റിക് എനർജി വേണം. വാട്ടർ മോളിക്യൂൾസ് മൂവ് ചെയ്യാൻ കൈനറ്റിക് എനർജി വേണം. സോ ഇപ്പം നമ്മൾ എടുക്കുന്നത് പ്യൂർ വാട്ടർ ആണെന്ന് വിചാരിക്കുക. ആ പ്യൂർ വാട്ടറിൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. എനർജി മാക്സിമം ആയതുകൊണ്ട് തന്നെ അത് കൂടുതൽ പൊട്ടൻഷ്യലി യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം അതിന് മാക്സിമം പൊട്ടൻഷ്യൽ ആണ് പറയുക. പക്ഷേ ഈ പ്യൂർ വാട്ടറിൻ്റെ സൈ ഡബ്ല്യു എന്ന് പറയുന്ന സംഭവം, അതായത് വാട്ടർ പൊട്ടൻഷ്യൽ മെഷർ ചെയ്താൽ എപ്പോഴും സീറോ ആയിരിക്കും. ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇപ്പം നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് പ്യൂർ വാട്ടർ ആണെന്ന് വിചാരിക്കുക. പ്യൂർ വാട്ടറിൻ്റെ കൈനറ്റിക് എനർജി ഹൈ ആയിരിക്കും. പക്ഷേ അവിടെ കൈനറ്റിക് എനർജി ഹൈ ആയതുകൊണ്ട് തന്നെ മാക്സിമം പൊട്ടൻഷ്യലും ഉണ്ടായിരിക്കും. അത് സീറോ ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. മറിച്ച് നമ്മൾ എടുക്കുന്നത് സൊല്യൂഷൻ ആണ്. അതായത് പ്യൂർ വാട്ടർ അല്ല, അതിൽ സൊല്യൂട്ടും കൂടി ആഡ് ചെയ്താലാണ് അതിന് സൊല്യൂഷൻ എന്ന് പറയാം. അപ്പോൾ ആ സൊല്യൂഷൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സീറോയിലും കുറവായിരിക്കും സൊല്യൂഷൻ്റെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വാട്ടർ പൊട്ടൻഷ്യലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, ദെൻ പ്രഷർ പൊട്ടൻഷ്യൽ, ഗ്രാവിറ്റി. ഈ 3 ഫാക്ടറാണ് നമ്മുടെ വാട്ടർ പൊട്ടൻഷ്യൽ എഫക്റ്റ് ചെയ്യുന്നത്. അതിൽ ഗ്രാവിറ്റി എന്ന് പറയുന്ന ടേം നമ്മൾ അധികം നെഗ്ലക്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അത്ര ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നില്ല. ബാക്കി രണ്ടെണ്ണത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കും, സൊല്യൂട്ട് പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും. അപ്പോൾ അത് രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം സൊല്യൂട്ട് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നമ്മൾ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ എന്നൊക്കെ പറയും. അപ്പോൾ എന്താണ് ഈ ഒരു സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓസ്മോസിസ് എന്താണെന്ന് അറിയാലോ. അപ്പോൾ ഇവിടെ 2 സൊല്യൂഷൻസ് ഉണ്ട്. അതായത് ഒന്നാമത്തതിൽ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണെന്ന് വെക്കുക. ഓക്കെ, ഒന്നാമത്തതിൽ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. രണ്ടാമത്തതിലോ സൊല്യൂട്ടിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. സൊല്യൂട്ട് പഞ്ചസാര ലയനിയാണെങ്കിൽ പഞ്ചസാര, ഷുഗറാണ് അവിടെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാട്ടർ എവിടുന്ന് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക? ഓക്കെ, വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന്, അതായത് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറഞ്ഞ സ്ഥലം. സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറയുമ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടും. അപ്പോൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും വാട്ടർ മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നോക്ക്, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യലിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്? ഒരു സൊല്യൂഷനിൽ വാട്ടറിനെ, അതിൻ്റെ മൂവ്മെൻറ്റിനെ എങ്ങനെയാണ് അതിലുള്ള സൊല്യൂട്ട് എഫക്റ്റ് ചെയ്യുന്നത്? ഒരു വാട്ടറിനെ അതിലുള്ള സൊല്യൂട്ട് പാർട്ടിക്കിൾസ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് ബേസ് ചെയ്തിട്ടാണ് സൊല്യൂട്ട് പൊട്ടൻഷ്യൽ. അപ്പോൾ നിങ്ങൾ ഇനി ഒന്ന് ഓർത്ത് നോക്കിയേ, സൊല്യൂട്ട് പൊട്ടൻഷ്യൽ ഇപ്പോൾ കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു റീജിയനിലാണെങ്കിൽ സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുതലാണെങ്കിൽ അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ മൂവ് ചെയ്യാനുള്ള എബിലിറ്റി അത് കുറവായിരിക്കും. സൊല്യൂട്ട് പൊട്ടൻഷ്യൽ കൂടുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യൽ കുറയുന്നു. ഓക്കെ, ഇനി നമുക്ക് മറിച്ച് പ്രഷർ പൊട്ടൻഷ്യൽ എടുക്കാം. ഓക്കെ,
സോ നെക്സ്റ്റ് പ്രഷർ പൊട്ടൻഷ്യൽ നമ്മൾ ടെർഗർ പൊട്ടൻഷ്യൽ എന്നും പറയും. അതായത് ഇപ്പോൾ ഒരു സെല്ലിനെ നമുക്ക് വരക്കാം. സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുകയാണ്. സെല്ലിന്റെ ഉള്ളിലേക്ക് വാട്ടർ മോളിക്യൂൾസ് കയറി കഴിഞ്ഞാൽ ഇതൊരു മെക്കാനിക്കൽ പൊട്ടൻഷ്യൽ ആണ്. സെല്ലിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ഈ വാട്ടർ മോളിക്യൂൾസിൽ ഇവിടെയുള്ള ഈ ഒരു വാട്ടർ മോളിക്യൂൾസ് നമ്മുടെ സെൽ വോളിലേക്ക് ഒരു പ്രഷർ കൊടുക്കും. ഓക്കെ, സെൽ വോളിലേക്ക് ഒരു പ്രഷർ അങ്ങോട്ടേക്ക് കൊടുക്കും. സെല്ലിന്റെ ഉള്ളിൽ വാട്ടർ കയറി ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസ് സെൽ വോളിലേക്ക് ഒരു പ്രഷർ കൊടുക്കും. അപ്പോഴാണ് നമ്മളുടെ വികസിക്കുന്നത്, സ്വെല്ലിംഗ് ഒക്കെ നടത്തുന്നത്, സ്വെല്ല് ചെയ്യാം. അപ്പൊ ഇങ്ങോട്ടേക്ക് ഈ ഒരു വാട്ടർ ഇങ്ങോട്ടേക്ക് ഒരു പ്രഷർ കൊടുക്കുമ്പോൾ നമ്മുടെ സെൽ വോൾ എന്ത് ചെയ്യും? തിരിച്ച് ഒരു പ്രഷർ ഇങ്ങോട്ടേക്കും കൊടുക്കും. വാട്ടർ പ്രഷർ അങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ സെൽ വോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് ഒരു പ്രഷർ കൊടുക്കും. ആ ഒരു പ്രഷർ അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പ്രഷറിനെയാണ് വാട്ടർ പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അതിനെയാണ് പ്രഷർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ പൊട്ടൻഷ്യലും പ്രഷർ പൊട്ടൻഷ്യലും തമ്മിലുള്ള ആ ഒരു റിലേഷൻ എങ്ങനെയായിരിക്കും? പ്രഷർ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ വാട്ടർ പൊട്ടൻഷ്യലും കൂടും. ഓക്കെ, പ്രഷർ പൊട്ടൻഷ്യൽ കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഷർ കൊടുക്കുവാണ്. വാട്ടർ പൊട്ടൻഷ്യലും കൂടും, പ്രഷർ പൊട്ടൻഷ്യലും കൂടും. ഓക്കെ, ഇനി ഗ്രാവിറ്റി നമ്മൾ പറഞ്ഞു നെഗ്ലിജിബിൾ ആണ്. ആ ഒരു ട്രീന്റെ ടോപ്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് ഒക്കെ അനുസരിച്ചിട്ടാണ് ഗ്രാവിറ്റി എപ്പോഴും പറയുന്നത്. ഈ രണ്ട് ടേം എന്തായാലും ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇത്ര നേരം പഠിച്ച ആ ഒരു ഫാക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് വാട്ടർ പൊട്ടൻഷ്യലിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വാട്ടർ പൊട്ടൻഷ്യൽ psi W equal to psi S plus psi P plus psi G plus psi M. അപ്പം നമ്മൾ കുറേ ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മളൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ആ സൊല്യൂഷനിലെ കുറേ ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ഇപ്പം പ്ലാന്റിൻ്റെ ഉള്ളിലുള്ള ഒരു സെല്ലാണെങ്കിൽ ആ സെല്ലിൻ്റെ ഉള്ളിലുള്ള കുറേ ഫാക്ടേഴ്സ് നമ്മളുടെ വാട്ടർ പൊട്ടൻഷ്യലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ psi W വാട്ടർ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ഒന്നാമത്തത് psi S നമ്മൾ നേരത്തെ പഠിച്ച സൊല്യൂട്ട് പൊട്ടൻഷ്യൽ, അതിൻ്റെ കൂടെ psi P പ്രഷർ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത്, ഗ്രാവിറ്റി പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അത്, മെട്രിക്സ് പൊട്ടൻഷ്യൽ അതായത് നമ്മുടെ സൈറ്റോപ്ലാസം എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സ് ഇല്ലേ, മെട്രിക്സിലുള്ള ബാക്കി സെൽ ഓർഗനൽസ് അങ്ങനെയുള്ള സംഭവങ്ങളിൽ ബാക്കിയുള്ള റിയാക്ഷനുകൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, അതാണ് psi M എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആകെ മൊത്തം ടോട്ടൽ സമ്മാണ് നമ്മുടെ psi W എന്ന് പറയുന്നത്.